അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചത്. വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. ഇതിനിടയ്ക്ക് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പോഴേ വൃത്തങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ചാപവും മറുചാപവുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ചാപവും മറുചാപവും. ഇത് ഒരു കേന്ദ്രകോൺ, ഇത് ഒരു ചാപത്തിന്റെ കേന്ദ്രകോൺ ABC എന്നെടുക്കുകയാണെങ്കിൽ ഇത് ചാപത്തിന്റെ കേന്ദ്രകോണായിട്ട് വരും. ഇതതിൻ്റെ മറുകോണായിട്ട് വരും. ഇതതിൻ്റെ മറുകോണായിട്ട് വരും. ഇതതിൻ്റെ മറുകോണായിട്ട് വരും. അങ്ങനെ നോക്കേണ്ട സ്ഥിതിക്ക് മറുകോണുകളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതിവിടെ എക്സ് ആണെങ്കിൽ ഇതിവിടെ എത്രയായിട്ടും x/2. ഇവിടെ നമ്മളൊരു മറുകോൺ വരച്ചു. ഇതും എന്തായിരിക്കും? x/2. അതേപോലെ ഇന്ന് ഇത്രയും ചെറുതായിട്ടൊരു മറുകോൺ വരച്ചു. ഇതും എന്തായിരിക്കും? x/2. ഇതും ഒരു മറുകോണാണ്. ഇവിടെ എന്ത് കിട്ടും? x/2. അപ്പോൾ നമ്മൾ ഒരു ചാപത്തിൻ്റെ മറുചാപത്തിൽ കോണുകൾ വരയ്ക്കുന്നതെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? x/2 എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. കാരണം എന്താണ്? അതിൻ്റെ എല്ലാം ഹാഫാണ്. x/2 എന്ന് പറയുമ്പോൾ ഒരു ചാപത്തിൻ്റെ തന്നെ എടുക്കണം. ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണുകളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു ചാപത്തിൻ്റെ അല്ല. ഇവിടെ ഒരു ചാപം വരച്ചിട്ട് ഈ ഒരു ചാപം വരച്ചിട്ട് അതിൻ്റെ കേന്ദ്രകോൺ അതിൻ്റെ മറുകോൺ തമ്മിൽ തുല്യമാവില്ല. ഒരു ചാപത്തിൻ്റെ തന്നെ കേന്ദ്രകോണുകൾ മാത്രമേ എന്തുകയുള്ളൂ? തുല്യമാവുകയുള്ളൂ. അടുത്ത നമ്മൾ ഒരു ഭാഗം പഠിക്കുന്നത്, വൃത്തങ്ങളുടെ ഭാഗം പഠിക്കുന്നത് ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജം വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചതുർഭുജം തന്നെ അതിൻ്റെ 4 കോണുകളും എന്തായിരിക്കും? വൃത്തത്തിൽ തന്നെ വരും. 4 കോണുകളും എന്തോരും വൃത്തത്തിൽ വരും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഒരു ആംഗിൾ വെളിയിൽ പോയാലോ? ഒരു കോൺ വെളിയിൽ പോകും. ഇത് ചക്രീയ ചതുർഭുജം അല്ല. ഇവിടെ നോക്ക്, അകത്ത് പോകുന്നൊരാണ്. ഇത് ചക്രീയ ചതുർഭുജം അല്ല. ചക്രീയ ചതുർഭുജം ആണെങ്കിൽ എന്തായിരിക്കണം? 4 കോണുകളും അതിൻ്റെ എന്തായിരിക്കണം? വൃത്തത്തിൽ തന്നെ ആയിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. 4 കോണുകളും വൃത്തത്തിൽ തന്നെ ആയിരിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ഇനി നോക്കേണ്ടത് ചക്രീയ ചതുർഭുജം എന്ന് പറയുമ്പോൾ 4 കോണുകളും വൃത്തത്തിലാണ്. 4 കോണുകളും വൃത്തത്തിലാകുമ്പോൾ എന്തായി? ചക്രീയ ചതുർഭുജം. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ചക്രീയ ചതുർഭുജങ്ങളുടെ എതിർ കോണുകൾ അനുപൂരകമായിരിക്കും. ചക്രീയ ചതുർഭുജങ്ങളുടെ എതിർ കോണുകൾ അനുപൂരകമായിരിക്കും. എന്താണ് അനുപൂരകം എന്ന് പറഞ്ഞാൽ? അനുപൂരകം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനുപൂരകം എന്ന് പറയുന്നത്. ചക്രീയ ചതുർഭുജം എന്ന് പറയുമ്പോൾ 4 കോണുകളും വൃത്തത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെന്തെന്നാണ് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്നാണ് പറയുന്നത്. അങ്ങനെ ചക്രീയ ചതുർഭുജം ആകുന്ന സമയത്ത് നമുക്കൊരു പ്രതിനിധി എന്താണ്? അതിന്റെ എതിർ കോണുകൾ എന്തായിരിക്കും? അനുപൂരകമായിരിക്കും. എതിർ കോണുകൾ അനുപൂരകമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 180 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് എക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 180 മൈനസ് എക്സ്. കാരണം എതിർ കോണുകൾ എന്താണ്? അനുപൂരകമാണ്. എതിർ കോണുകൾ അനുപൂരകമാണ്. എതിർ കോണുകൾ അനുപൂരകം. എന്താണ് അനുപൂരകം എന്ന് പറഞ്ഞാൽ? 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനുപൂരകം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു എക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അവിടെ നമ്മളൊരു എക്സ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ 4 കോണുകളും വൃത്തത്തിലായിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ എതിർ കോണുകൾ എന്തായിരിക്കണം? അനുപൂരകമായിരിക്കണം. 4 കോണുകൾ വൃത്തത്തിലായിരിക്കണം. അത് കണക്ക് തന്നെ അതിന്റെ
എതിർ കോണുകൾ എന്തായിരിക്കണം? അനുപൂരകമായിരിക്കണം. എതിർ കോണുകൾ അനുപൂരകം എന്ന് പറഞ്ഞാൽ എതിർ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. രണ്ട് വൃത്തങ്ങളാണ്. ഒരു വൃത്തം നിങ്ങൾ വിചാരിച്ചു പോയത് 2 വൃത്തങ്ങളാണ്. 2 വൃത്തത്തിലും കൂടെ എണ്ണാണ്ട് മുട്ടി നിൽക്കുന്നത്. ഒരു പേര് എ ബി സി ഡി, ഇങ്ങനെ ഒരു പേരും വന്നു. നമ്മൾ പറയുന്നത് ഈ വലിയ ചതുർഭുജം എ ബി സി ഡി എന്നുള്ള വലിയ ചതുർഭുജം ഒരു ചക്രീയ ചതുർഭുജം എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ എ ബി സി ഡി എന്നുള്ളത് ഒരു ചക്രീയ ചതുർഭുജം എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? അതിന്റെ എതിർ കോണുകൾ എന്തായിരിക്കണം? അനുപൂരകമായിരിക്കണം, അല്ലെ? അതുമല്ല, അതിന്റെ 4 കോണുകളും എന്തിലായിരിക്കണം? വൃത്തത്തിലായിരിക്കണം. 4 കോണുകൾ വൃത്തത്തിലായിരിക്കണം. അതേ കണക്ക് തന്നെ എന്താണ്? അതിന്റെ എതിർ കോണുകൾ എന്തായിരിക്കണം? അനുപൂരകമായിരിക്കണം. അങ്ങനെയുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്? ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 4 കോണുകൾ വൃത്തത്തിലാണ്, എന്താണ് 2 വൃത്തങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയായാൽ നമുക്ക് പറ്റൂല. നമ്മൾ ഒരു വൃത്തത്തിൽ തന്നെ ആയിരിക്കണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തതാ? ഇതിനങ്ങോട്ട് 2 ചതുർഭുജമായിട്ട് നമ്മൾ തന്നെ ഡിവൈഡ് ചെയ്തു. 2 ചതുർഭുജമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് എ ബി സി ഡി ഇ എഫ് എന്നുള്ളൊരു പേര് കൊടുത്തു. 2 ചതുർഭുജമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ചതുർഭുജം എ ഇ എഫ് ഡി എന്നുള്ളൊരു ചതുർഭുജവും എ ഇ എഫ് ഡി എന്നുള്ള ചതുർഭുജവും, അടുത്തൊരു ചതുർഭുജം ഏതാണ്? ഇ ബി സി എഫ് എന്നുള്ള വേറെ ചതുർഭുജം. അങ്ങനെ 2 ചതുർഭുജമായിട്ട് നമ്മൾ എന്ത് ചെയ്തതിനെ ഡിവൈഡ് ചെയ്തു. ആ 2 ചതുർഭുജമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു അകത്തിരിക്കുന്ന ഈ ചതുർഭുജം എടുക്കാം. എ ഇ എഫ് ഡി എന്നുള്ള ചതുർഭുജം എടുക്കാം. ഈ എ ഇ എഫ് ഡി എന്നുള്ള ചതുർഭുജം എടുക്കുമ്പോൾ നോക്കേണ്ടത് അതിന്റെ 4 കോണുകളും എന്താണ്? വൃത്തത്തിലാണ്. 4 കോണുകളും എന്താണ്? വൃത്തത്തിലാണ്. 4 കോണുകളും വൃത്തത്തിലായതുകൊണ്ട് അതെന്താണ്? ഒരു ചക്രീയ ചതുർഭുജം നമുക്കറിയാം. നമ്മൾ ഇവിടെ ഒരു എക്സ് എന്ന് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 180 മൈനസ് എക്സ്. എന്താണ് കാരണം? അനുപൂരകം. കാരണം അനുപൂരകമാണ്. ഇവിടെ എക്സ് ആയിട്ട് ഇവിടെ 180 മൈനസ് എക്സ് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കണം, ഈ ഒരു ലൈനാണ് എന്താണ്? രേഖീയ ജോഡി. ഇത് ഒരു ലൈനായിട്ടാണ് വന്നേക്കുന്നത്. രേഖീയ ജോഡിയായിട്ടാണ് വന്നേക്കുന്നത്. രേഖീയ ജോഡിയായിട്ട് നമ്മൾ ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. എന്ന് പറഞ്ഞാൽ ഇതിവിടെ 180 മൈനസ് എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? ബാക്കി എക്സ് ആയിരിക്കും വരുന്നത്. ഇതിവിടെ 180 മൈനസ് എക്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും വരുന്നത്. നമുക്ക് നമ്മൾ ചെയ്ത് നോക്കാം, ഡൗട്ട് വരുന്ന ആംഗിൾ എ ഇ എഫ് കോൺ എ ഇ എഫ് പ്ലസ് കോൺ എഫ് ഇ ബി. കോൺ എഫ് ഇ ബി ഈക്വൽ ടു 2 കൂട്ടുമ്പോൾ എത്രയാണ് വരേണ്ടത്? 180. കാരണം എന്താണ്? ഒരു രേഖീയ ജോഡിയിലെ കോണുകളാണ്. അത് 2 കൂട്ടുമ്പോൾ 180 കിട്ടണം. അതിൽ നമുക്ക് എ ഇ എഫ് നമുക്കുണ്ട്. എ ഇ എഫ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 180 മൈനസ് എക്സ് പ്ലസ് ബാക്കി ഏതാണ്? കോൺ എഫ് ഇ ബി ഈക്വൽ ടു എത്ര? 180. അല്ല, നമുക്ക് വേണ്ട ആംഗിളാണ് ആംഗിൾ എഫ് ഇ ബി ഈക്വൽ ടു എഫ് ഇ ബി. എഫ് ഇ ബി ഈക്വൽ ടു 180 പ്ലസ് അപ്പുറത്ത് മൈനസ് 180 പ്ലസ് എക്സ് അപ്പുറത്ത് മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് 180 പോയി. ബാക്കിയുള്ളത് എക്സ്. ആ എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്ന എക്സ്. മനസ്സിലായോ? ആ 2 ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടേണ്ടതാണ് 180 കിട്ടേണ്ടത്. അതിലിപ്പുറത്ത് കിടക്കുന്ന പ്ലസ് 180 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 180 ആവും. അത് കണക്ക് ഇപ്പുറത്ത് കിടക്കുന്ന മൈനസ് എക്സ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് എക്സ് ആവും. ബാക്കി എക്സ്, ആ എക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നോക്കേണ്ടത് ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? അനുപൂരകമായിരിക്കും. അതൊന്ന് ചെറു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഈ 2 കോണുകൾ എന്തായിരിക്കും? അനുപൂരകമായിരിക്കും. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഈ രേഖ ജോഡി എന്ന് പറഞ്ഞാൽ മതി. നോക്ക്, അപ്പൊ വലിയ ചതുർഭുജം എന്താണ്? വലിയ ചതുർഭുജം എ ബി സി ഡി എന്നുള്ള വലിയ ചതുർഭുജത്തില് കോൺ ആംഗിൾ കോൺ ഡി ഇസ് ഈക്വൽ ടു എക്സ് എന്നും അതിന് എതിർ കോൺ ചതുർഭുജം എ ബി സി ഡിയിൽ കോൺ ഡി ഇസ് ഈക്വൽ ടു എക്സ് എന്നും കിട്ടി.
അതിന്റെ എതിർകോൺ നമ്പർ ഏതാണ്? കോൺ ബി. കോൺ ബി ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് എന്ന് കിട്ടി. എക്സും 180 മൈനസ് എക്സും കിട്ടി. നോക്ക്, ഇതിവിടെ എക്സും ഇത് 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകൾ പരസ്പരം എന്തായി? അനുപൂരകമായി. ഈ കോണുകൾ പരസ്പരം അനുപൂരകമായതുകൊണ്ട് ഈ വലിയൊരു ചതുർഭുജം എന്ന് പറയുന്ന ചതുർഭുജം എന്തായിട്ട് വന്ന് ഒരു ചക്രീയ ചതുർഭുജമായിട്ട് വന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ ഇതിനെ രണ്ടായിട്ട് തിരിച്ചു ഇപ്പോഴേ വരച്ചെന്നേ ഉള്ളൂ. എ ബി സി ഡി എന്നുള്ള വലിയ ചതുർഭുജം, ഇവിടെ നമ്മൾ ഇ എന്നും എഫ് എന്നുമാണ് കൊടുത്തത്. അപ്പോൾ രണ്ട് ചതുർഭുജമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ഒന്നേതാണ് എ ഇ എഫ് ഡി എന്നുള്ള ഒരു ചതുർഭുജം, രണ്ടാമത്തെ ചതുർഭുജം ഏതാണ്? ഇ ബി സി എഫ് എന്നുള്ള രണ്ടാമത്തെ ചതുർഭുജം. അങ്ങനെ രണ്ട് ചതുർഭുജമായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തത് ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി? 180 മൈനസ് എക്സ് കിട്ടി. കാരണം നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചതിന് മുമ്പ് പറഞ്ഞാൽ 180 മൈനസ് എക്സ് കിട്ടി. കാരണം എന്താണ്? ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജമായതുകൊണ്ട് അതിന്റെ അകത്ത് എഴുതിയേക്കുന്നതായിരിക്കും അറിയില്ലെന്ന് പറയുന്നത്. അത് എക്സ് ആണ് എഴുതുന്നത്. എക്സ് ഇവിടെ നമ്മൾ എക്സ് ഇവിടെ എക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. 180 മൈനസ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. എക്സ് ആണെങ്കിൽ 180 മൈനസ് എക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ 180 മൈനസ് എക്സ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്? നമ്മൾ ഇവിടെ തെളിയിച്ചത് എന്താണ്? അതിൽ രേഖീയ ജോഡിയിലെ കോണാണ്. അതുകൊണ്ട് ഇവിടെ എക്സ് ആണ്. അതുകൊണ്ട് ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇതെന്താണ്? അനുപൂരകമാണ് ഈ രണ്ട് കോണുകൾ. അത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, 7-ോ 8-ലോ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് കോണുകൾ എന്താണ്? അനുപൂരകമാണെന്നുള്ള കാര്യം നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എക്സ് കിട്ടി, ഇവിടെ 180 മൈനസ് എക്സ് കിട്ടി, അവിടെ എക്സ് കിട്ടി, അപ്പുറത്ത് കിട്ടി 180 മൈനസ് എക്സ് കിട്ടി. അങ്ങനെ രണ്ട് എക്സും 180 മൈനസ് എക്സും കിട്ടിയോണ്ട് എന്താണ്? ഒരു കോണുകൾ അനുപൂരകമാണ്. അങ്ങനെ അനുപൂരകമായതുകൊണ്ട് ഈ തന്നിരിക്കുന്ന വലിയ എ ബി സി ഡി എന്നുള്ളത് എന്താണ്? ഒരു ചക്രീയ ചതുർഭുജമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 2-3 കോണുകൾ തന്നിരിക്കും. ഒരു ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ 50, ഇവിടെ 30, ഇവിടെ 45. എ ബി സി ഡി. ഈ തന്നിരിക്കുന്ന ചതുർഭുജത്തിന്റെ എല്ലാ ആംഗിൾസിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ തന്നിരിക്കുന്ന ചതുർഭുജത്തിന്റെ കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓരോ ചാപവും നമ്മൾ എടുക്കും. നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്? ഒരു ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാ മറുചാപത്തിലെ കോണുകളും എന്തായിരിക്കും? തുല്യമാണെന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എ ഡി എന്നുള്ള ചാപം നമ്മൾ ചാപം എടുത്തു. നമ്മൾ നോക്കേണ്ടത് എ ഡി എന്നുള്ള ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന രണ്ട് കോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ എ ഡി എന്നുള്ള ചാപത്തില് എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ലൈനുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒരു ലൈൻ എന്താ പറയുന്നത്? എയിൽ തുടങ്ങി സിയിൽ പോയിട്ട് ഡിയിൽ വന്ന് കോൺ എ സി ഡി കോൺ എ സി ഡി ഈസ് ഈക്വൽ ടു. അടുത്ത് നോക്കും, എയിൽ തുടങ്ങി ബിയിൽ പോയിട്ട് ഡിയിൽ വന്നു, കോൺ
എ ബി ഡി ഇസ് ഈക്വൽ ടു ഇത് 30 ഇവിടെ എന്തായിരിക്കും 30 ആയിരിക്കും. മനസ്സിലായോ? നോക്കണം, നമ്മൾ ആദ്യം ഒരു ചാപം എടുത്ത് എ ഡി എന്നുള്ള ചാപം എടുത്തിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? എയിൽ നിന്ന് തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന വരകളൊന്ന് നോക്കിയാൽ എയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന വരകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഏതൊക്കെയാണ്? എയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ എയിൽ നിന്ന് പോയി സിയിൽ പോയിട്ട് എയിൽ ഒന്ന് അവസാനിച്ച് ഡിയിൽ ഒന്ന് അവസാനിച്ചു. അപ്പോൾ എ സി ഡി എന്നുള്ളൊരു കോൺ. അടുത്ത ലൈൻ പോയിരിക്കുന്നത് ഇതാ എ സി ഇങ്ങനെ പോയി ഈ ബിയിൽ തൊട്ടിട്ട് എന്ത് ചെയ്ത് ഡിയിൽ വന്ന്. അപ്പൊ ഇത് എ ബി ഡി എന്നുള്ളൊരു കോൺ. ഈ രണ്ട് കോണുകൾ എന്താണ്? തുല്യമാണ്. രണ്ടും എന്ത് കിട്ടി? 30 കിട്ടി. അതേപോലെ നമ്മൾ അടുത്ത എ ബി എന്നുള്ള കാര്യമില്ല, കാരണം എന്താ ആംഗിൾ രണ്ടും തന്നിട്ടില്ല. നമ്മൾ ആംഗിൾ തന്നിരിക്കുന്നത് നോക്കാം. അത് 50, ഈ 50 വന്നിരിക്കുന്ന ആർക്ക് ഏതാണ്? ബി സി എന്നുള്ള ആർക്കാണ് എന്ത്? ബി സി എന്നുള്ള ആർക്കാണ് 50 വന്നേക്കുന്നത്. അപ്പോഴും നോക്കേണ്ടത് ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിക്കുന്ന ലൈനുകൾ നോക്കണം. ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ അവസാനിക്കുന്ന ബി ഡി സി. നമുക്ക് ബിയിൽ നിന്ന് തുടങ്ങി ഡിയിൽ ഒന്ന് സിയിൽ അവസാനിച്ച്, ബിയിൽ നിന്ന് തുടങ്ങി ഡിയിൽ ഒന്ന് സിയിൽ, ഡിയിൽ നിന്ന് തുടങ്ങി ഡിയിൽ ഒന്ന് സിയിൽ. അപ്പൊ ബി ഡി സി. അടുത്ത നോക്ക്, ബിയിൽ നിന്ന് തുടങ്ങി എയിൽ വന്ന് സിയിൽ അവസാനിച്ചു. എന്താ? ബിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വന്ന് എയിൽ വന്ന് കിട്ടി, എയിൽ നേരെ പോയി നിന്ന് സിയിൽ വന്ന് കിട്ടി. അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. കോൺ ബി എ സി ഇസികൾ എത്ര? 50. നമുക്ക് ബിയിൽ നിന്ന് തുടങ്ങി ഡിയിൽ വന്ന് സിയിൽ അവസാനിച്ച്, ബിയിൽ നിന്ന് തുടങ്ങി ഡിയിൽ വന്ന് സിയിൽ അവസാനിച്ച്. അതേ കണക്ക് തന്നെ ബിയിൽ നിന്ന് തുടങ്ങി എയിൽ വന്ന് സിയിൽ അവസാനിച്ച്. 50. അടുത്ത നമ്മൾ പറയേണ്ടത് 45 എന്നുള്ള കോണാണ് പറഞ്ഞിരിക്കുന്നത്. 45 എന്ന് പറയുന്ന കോൺ എന്ന് പറയാൻ വന്നിരിക്കുന്ന ആർക്ക് ഏതാണ്? ഡി സി എന്നുള്ള ആർക്കിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്? 45 എന്നുള്ള കോൺ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ലൈനുകൾ നോക്കണം. സിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്ന ലൈനുകൾ നോക്ക്. സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ഡിയിൽ അവസാനിച്ച്, സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ബിയിൽ വന്ന് ഡിയിൽ അവസാനിച്ച്, സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ശബ്ദമാണ് ക്ലിയർ അല്ലാത്തത്. സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ഡിയിൽ അവസാനിച്ച്, സിയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ഡിയിൽ അവസാനിച്ച്. അതേ കണക്ക് അടുത്ത് നോക്കേണ്ടത് സിയിൽ നിന്ന് തുടങ്ങി എയിൽ വന്ന് ഡിയിൽ അവസാനിച്ചതാ. സി എ ഡി. ഇതും എത്രയായിരിക്കും? 45. ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി എ ഡി ഇസ് ഈക്വൽ ടു 45. ഇത് രണ്ടും ഒന്ന് കിട്ടി 45 വീതം കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ട ആംഗിൾ ഈ ഒരു ആംഗിളാണ് കിട്ടേണ്ടത്. ഈ രണ്ട് ആംഗിളാണ് കിട്ടേണ്ടത്. ആ രണ്ട് ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ തന്നിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കേണ്ടത് ത്രികോണത്തിന്റെ നിയമം വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത് ത്രികോണം എ ബി സി. ത്രികോണം എ ബി സി നമ്മളോട് പരിഗണിക്കും. ത്രികോണം എ ബി സി എടുക്കും. ത്രികോണം എ ബി സി നമ്മൾ എടുക്കും. ത്രികോണം എ ബി സി നമ്മൾ എടുക്കുകയാണെങ്കിൽ, നീ ഒന്നുകൂടെ കാണത്തില്ലെന്ന് തോന്നുന്നു. ത്രികോണം എ ബി സി നമ്മൾ എടുക്കുകയാണെങ്കിൽ ത്രികോണം എ ബി സി നമ്മൾ എടുക്കുകയാണെങ്കിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഇസ് ഈക്വൽ ടു 180. അതിൽ കോൺ എ എന്നുള്ളത് എത്രയാണ്? 50 പ്ലസ് കോൺ ബി എത്രയാണ്? 30 പ്ലസ് 45 പ്ലസ് കോൺ സി ഇസ് ഈക്വൽ ടു 180. ഇതിൽ നിന്ന് കോൺ സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 50 അല്ല 180
50, 30, 80, 100, 125. എത്ര കിട്ടും ആൻസർ? 55 എന്ന് കിട്ടും. അപ്പോഴേ ഇതാണ് 55 എന്ന് കിട്ടിയതാണ്. അത് 55 ആയതുകൊണ്ടാണ് അവിടെ ഇവിടെ നിന്ന് എഴുതാൻ വായിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആംഗിൾ എയിൽ തുടങ്ങി സിയിൽ വന്ന് ബിയിൽ അവസാനിച്ച് ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു കോൺ എ സി ബി ഈസ് ഈക്വൽ ടു കോൺ എ ഡി ബി. കോൺ എ ഡി ബി ഈസ് ഈക്വൽ ടു 55. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഈ ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും കണ്ടുപിടിച്ചു. ശ്രദ്ധിച്ചോണം, നമ്മൾ ഓരോ കോണുകൾ കണ്ടുപിടിച്ചത് ഓരോ ആർക്കിൽ നിന്ന് പോയിരിക്കുന്ന ഓരോ ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന കോണുകൾ വെച്ചാണ് കണ്ടുപിടിച്ചത്. ഓരോ ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന കോൺ നമുക്ക് എ ഡി എന്നുള്ള ചാപത്തിൽ നിന്ന് പോയിരിക്കുന്ന കോണാണ് എ ബി ഡിയും, അതുപോലെ തന്നെ എ സി ഡി. അത് രണ്ടും തുല്യമാണ്. 30 30 ആയിട്ട് വന്ന് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചാപം എടുത്ത് എ സി ബി എന്നുള്ള ഒരു ചാപവും അതിനങ്ങനെ എ ഡി ബി എന്നുള്ള ചാപവും അത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. 55 എന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബി സി എന്നുള്ള ചാപം എടുത്ത് എടുത്തപ്പോഴും ബി ഡി സിയും അതിനങ്ങനെ സി എ ബിയും എന്തായിട്ട് തുല്യമായിട്ട് വന്ന് അത് രണ്ടും എത്ര വന്ന് 50 വന്ന് അടുത്ത ഡി സി എന്നുള്ള ചാപം എടുത്ത് എടുക്കുമ്പോൾ ഏതൊക്കെയാണ് തുല്യമായിട്ട് വരുന്നത്? ഡി എ സിയും അതിനങ്ങനെ ഡി ബി സി ഈ രണ്ട് കോണുകൾ എന്തായിട്ട് വന്ന് തുല്യമായിട്ട് വന്നു. കാരണം ഒന്നാണ് തുല്യമായിട്ട് വരാൻ അത് രണ്ടും ഈ പറയുന്ന എല്ലാം എന്താണ്? ഓരോ ചാപത്തിന്റെയും മറുചാപത്തിലെ കോണുകളാണ്. അടുത്തൊരു ഫിഗറാണ്. ഒരു പഞ്ചഭുജമാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിലെ കോണുകളെല്ലാം തുല്യമായിട്ടുള്ള കോണുകൾ കണ്ടുപിടിക്കണം പറയണം. എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതാണ്? എല്ലാ കോണുകളും കണ്ടുപിടിച്ചിരിക്കണം മറുകോൺ വെച്ചാണ്. എ ബി സി ഡി ഇ. നോക്കേണ്ടത് നമ്മൾ ഓരോ ചാപത്തിൽ നിന്ന് എടുക്കണം. എടുക്കുമ്പോൾ നമ്മൾ എ ബി എന്നുള്ള ചാപം ആദ്യം എടുത്ത് എ ബി നമ്മളൊരു പ്രത്യേകിച്ച് ഏതാണ്ട് വരയ്ക്കണം. ഓരോ അംഗങ്ങളും നിങ്ങൾ പോയെങ്ങനെ അറിയണം. എ ബി ഇവിടെ കിടക്കുന്ന ഒരു ചാപമാണ്. എ ബി എന്നുള്ളൊരു ചാപം എടുക്കുമ്പോൾ എയിൽ തുടങ്ങി അടുത്തൊരു കോണിൽ പോയിട്ട് തിരിച്ച് എയിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വര കണ്ടുപിടിക്കുക. ഏതുണ്ട്? എയിൽ തുടങ്ങി പോയിരിക്കുന്നത്. എയിൽ തുടങ്ങി ഇയിൽ വന്നിട്ട് ഏതിൽ വന്നേക്കുന്നത്? ബിയിൽ വന്നേക്കുന്നത്. അപ്പം എ ഇ ബി എന്നാണ് പറഞ്ഞത്. ആംഗിൾ എ ഇ ബി അടുത്ത പോകണം. എയിൽ തുടങ്ങി സി ഡിയിൽ വന്ന് ബിയിൽ വന്നേക്കും. ഇവിടെ ഇങ്ങനെ ഡി. അപ്പം ആംഗിൾ എ ഡി ബി അടുത്ത് നോക്കണം. ആംഗിൾ എയിൽ തുടങ്ങി സിയിൽ വന്ന് ബിയിൽ വന്നു. എ സി ബി. ഇങ്ങനെ 3 മറുകോണുകൾ കിടക്കുകയാണ്. എ സി ബി ഇങ്ങനെ 3 മറുകോണുകളാണ്. ഈ 3 കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് ഒന്നിന് സെപ്പറേറ്റ് എടുത്ത് വരച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ എത്ര കോണുകൾ അടയാളപ്പെടുത്തിയാൽ ആ കോണുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുത്ത് നോക്കണം. എഴുതിയെടുത്ത് ചെയ്ത് നോക്കണം. ഓരോ ആംഗിളും സെപ്പറേറ്റ് ആയിട്ട് എഴുതിയെടുത്തതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് വരച്ചു നോക്കണം. നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, കാരണം വരയ്ക്കണമെങ്കിൽ ഒരുപാട് പടങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പം വരയ്ക്കുന്നില്ല. ഇപ്പം നിങ്ങൾ നോക്കി എഴുതണം. ഇത് ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ് ആംഗിൾ എ ഇ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ഡി.
അടുത്ത നമുക്ക് ബി സി എന്നുള്ള ചാപം നമ്മൾ എടുക്കും. അപ്പം ബി സി എന്നുള്ള ചാപം എടുക്കുമ്പോൾ ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന വരകൾ ഏതാണ്? ഒന്ന് ബി എ സി ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു ആംഗിൾ അടുത്തത് ബി ഇ സി. ബി ഇ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി. ഇത് 3 ആംഗിൾ ആയിപ്പോലെ. അടുത്ത ഏതാണ്? അടുത്ത നമ്മൾ ഡി സി എന്നുള്ള ചാപം എടുത്ത് ഡി സി എന്നുള്ള ചാപം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഡി തുടങ്ങി സിയിൽ അവസാനിക്കുന്നവരാ, അല്ലെങ്കിൽ സിയിൽ തുടങ്ങി ഡിയിൽ അവസാനിക്കുന്നവരാ. നമ്മളിവിടെ നോക്കുമ്പോൾ സിയിൽ തുടങ്ങി ബിയിൽ വന്നിട്ട് ഡിയിൽ പോകുന്നത് സി ബി ഡി. ഈ പടം എന്തായാലും ഒന്ന് വീട്ടിൽ വരച്ചു നോക്കണം. സി ബി ഡി ചരിഞ്ഞാണ് കിടക്കുന്നത്. ആംഗിൾ സി ബി ഡി ഈസ് ഈക്വൽ ടു സി എ ഡി. സി എ ഡി ഈസ് ഈക്വൽ ടു സി ഇ ഡി. ആംഗിൾ സി ഇ ഡി. ഓക്കെ. അടുത്തത് ഇ ഡി എന്നുള്ള ചാപം എടുക്കണം. അതായത് ഈ ഒരു ചാപം എടുക്കണം. അപ്പൊ ഡിയിൽ തുടങ്ങി ഇയിൽ അവസാനിക്കണം. ഈ വരെ എടുത്ത് കളയരുത്. ഇങ്ങനെ മറുചാപത്തിലോട്ട് പോയിട്ട് വന്ന് പറയണോ ഈ എന്ന് ഡി അല്ലേ? ഡി ആകുമ്പോൾ ഡി ഡി സി ഡി സി. ഡിയിൽ തുടങ്ങി സിയിൽ വന്ന് ഇയിൽ വന്നു. അപ്പോൾ കോൺ ഡി ഡി സി ഇ ഈസ് ഈക്വൽ ടു ഡി സി ഈസ് ഈക്വൽ ടു നമുക്ക് ഡി ബി ഇ. അപ്പോൾ ഡി ബി ഇ ഈസ് ഈക്വൽ ടു എന്താ? ഡിയിൽ തുടങ്ങി ബിയിൽ വന്ന് ഇയിൽ വന്ന് അവസാനിച്ചു. അടുത്തത് ഡി സി ഡി എ ഇ. അടുത്ത എ ഇ എന്നുള്ള ചാപം എടുക്കും. എ ഇ എന്നുള്ള ചാപം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ എ യിൽ തുടങ്ങി ഇയിൽ അവസാനിക്കുന്നവരാ, അല്ലെങ്കിൽ ഇയിൽ തുടങ്ങി എ യിൽ അവസാനിക്കുന്നവരാ. നമുക്ക് എ യിൽ തുടങ്ങി ഇയിൽ അവസാനിക്കുന്ന എ ബി ഇ. എ ബി ഇ ഈസ് ഈക്വൽ ടു ബി ഇ എ ബി ഇ എ സി ഇ. A C E equal to A C E is equal to A D E. A D E. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇത്രയും 5 ചാപത്തിൻ്റെ 5 ചാപത്തിൻ്റെ 3 ആംഗിൾസ് വെച്ച് ഈക്വലായിട്ട് വരുന്നത് ഇതൊക്കെയാണ്. ഒന്ന് എ യിൽ തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന വരുന്നത് എ ബി എന്നുള്ള ചാപത്തിൽ വരുന്ന കോണുകളാണ്. ഇതൊന്ന് എഴുതിയെടുക്കണം. ഇറങ്ങുന്നത് എ ഇ ബി ഈസ് ഈക്വൽ ടു എ ഇ ബി ഈസ് ഈക്വൽ ടു എ ഡി ബി ഈസ് ഈക്വൽ ടു എ സി ബി. അതിനങ്ങനെ അടുത്തത് ബി എ സി ഈസ് ഈക്വൽ ടു നമുക്ക് ബി എ സി ഈസ് ഈക്വൽ ടു ബി ഇ സി. ബി ഇ സി ഈസ് ഈക്വൽ ടു ബി ഡി സി. ബി ഡി സി. അതേപോലെ അടുത്തത് സി ബി ഡി. സി ബി ഡി ഈസ് ഈക്വൽ ടു സി എ ഡി. സി എ ഡി ഈസ് ഈക്വൽ ടു സി ഇ ഡി. സി ഇ ഡി. ഇത് 3 ഇല്ല. അതുപോലെ തന്നെ എ ബി ഇ. എ ബി ഇ ഈ ആംഗിൾ എ സി ഇ. എ സി ഇ ഈ ആംഗിൾ. അതങ്ങനെ എ ഡി ഇ. എ ഡി ഇ എന്ന് പറയുമ്പോൾ എ ഡി ഇ ഈ ആംഗിൾ. ഈ 3 ആംഗിളുകളാണ് ഈക്വലായിട്ടാണ് വരുന്നത്. ഇതിന് വരച്ചെടുക്കാൻ വേണ്ടിയാണ് വ്യക്തമായിട്ട് വരച്ചു തന്നത്.
ചെറുതായി പോയി. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ആംഗിളുകളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരച്ചു പോകണം. ഒരു പഞ്ചഭുജം വരച്ചിട്ട് അകത്ത് എന്ത് ചെയ്ത് എല്ലാം ഇങ്ങനെ ഒരു സ്റ്റാർ വരച്ചാൽ മതി. അപ്പോഴും ഫിഗർ ആവും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ എല്ലാ കോണുകളും തുല്യമായിട്ടുള്ള എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. ഇതാണ് ഏത് രീതിയിലാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ മറുചാപം എന്നുള്ളതാണ് ഉപയോഗിച്ചത്. മറുചാപത്തിലെ കോൺ വഴിയാണ് എന്ത് ചെയ്തത്, ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നത്. മറുചാപത്തിലെ കോൺ വഴിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നത്. കാരണം എന്താണ്, മറുചാപത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും, തുല്യമായിരിക്കും. ഒരു മറുചാപത്തിലെ കോണുകളെല്ലാം തുല്യമായിരിക്കും. ഒരു ചാപത്തിന്റെ മറുചാപം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ചാപത്തിന്റെ മറുചാപത്തിലെ കോണുകളെല്ലാം എന്തായിരിക്കും, തുല്യമായിരിക്കും. സംശയം വരുന്നത് നേരത്തെ വെച്ചാൽ ഇതെല്ലാം എന്താണ്, മറുചാപമാണ്. ഇതെല്ലാം മറുചാപം. ഇവിടെ x വന്നാൽ ഇവിടെ x/2 ഇവിടെ എന്തായിരിക്കും, x/2 ഇവിടെ എന്തായിരിക്കും, x/2. ഈ x/2എല്ലാം വന്നത് എന്താണ്, AB എന്നുള്ള അല്ലെ SCB എന്നുള്ള ചാപത്തിന്റെ എന്താണ്, മറുകോണുകളാണ്. SCB എന്നുള്ള ചാപത്തിന്റെ മറുകോണുകളാണ് ഈ എല്ലാം. എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്, അതിന്റെ എന്ത് കണ്ടുപിടിച്ചത്, കോണുകൾ തുല്യമാണെന്നുള്ള കണ്ടുപിടിച്ചത്. അത് തന്നെ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ ആംഗിളുകളെല്ലാം കണ്ടുപിടിച്ചത്. അതും എന്ത് തന്നെ ഈ ഇത് ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിച്ചത്. അതിന് മുന്നേ കണ്ടുപിടിച്ചത് ഏതാണ്, അതിന് മുന്നേ കണ്ടുപിടിച്ചത് ചക്രീയ ചതുർഭുജം എന്ന് ആദ്യം പഠിച്ചതാണ്. ചക്രീയ ചതുർഭുജം. ചക്രീയ ചതുർഭുജത്തിന്റെ കാരണം എന്താണ്, അതിന്റെ 4 കോണുകൾ എന്തായിരിക്കും, വൃത്തത്തിൽ വരും. അതിന്റെ എതിർകോണം എന്തായിരിക്കും, എതിർകോണുകൾ അനുകൂലമായിരിക്കും. അനുകൂലം എന്തായിരിക്കും, 180 ആയിരിക്കും. 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലോണമായിട്ട് നോക്കണം. പ്രത്യേകിച്ച് വെച്ചാൽ ചക്രീയ ചതുർഭുജം മാത്രമേ ഇപ്പോൾ ഇന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചുള്ളൂ. ബാക്കി 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെച്ച് തന്നെ ഈ ക്ലാസ്സിൽ